ശ്രീ സുരേഷ് കുമാർ, ഇവിടെ നമ്മൾക്ക് എന്താണ്, ഇത് സാധാരണ വീടല്ല, അത് ഡിസാസ്റ്റർ പ്രതിരോധമുള്ള വീടാണ്. സാധാരണ ഇതിൽ 1000 സ്ക്വയർ ഫീറ്റിനേക്കാൾ കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷമെങ്കിലും അധികം കൊടുത്ത് പണിയുന്ന വീടാണ്. 100% എന്താണ്, അത് ഗംഭീരമായി 100% സുരക്ഷയിൽ ഉണ്ടാവേണ്ട വീട്. കാര്യം ഇത് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ, ഇനി വരുംകാല ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കുന്ന വീടാണല്ലോ. ഒരു ചാറ്റൽ മഴയത്ത് മഴ കിനിഞ്ഞുകൂടാ, വെള്ളം കിനിഞ്ഞിറങ്ങിക്കൂടാ. ആ കിനിയലിന് പറയുന്ന പേര് ചോർച്ചയെന്നാണ്. ഇനി വിള്ളൽ എന്ന് പറഞ്ഞാൽ എന്തോ വീതിയുള്ള ഒരു പ്രതീതി ഉണ്ടാകുമെങ്കിൽ ക്രാക്ക് എന്ന് തന്നെ വിളിക്കൂ. ക്രാക്ക് ഉണ്ടായി. എഞ്ചിനീയർമാർ എന്താ നൗഫലിനോട് ക്രാക്ക് ഉണ്ട് എന്ന് പറയുന്നു. അത് സമ്മതിക്കുന്നതിന് പകരം ഇത് എന്താണ്, വിള്ളൽ വിദഗ്ധർ, വിള്ളൽ മുഴുവൻ മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്നൊക്കെ പറയാവോ? അതിനെ ഡിഫെൻഡ് ചെയ്യാവോ? അതിനെ പരിഹരിക്കലല്ലേ വേണ്ടത് സുരേഷ് കുമാർ? തീർച്ചയായും ഹാഷ്മി, അവിടെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി എന്നറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ മന്ത്രി ഓടി അവിടെ എത്തുകയുണ്ടായി. ഓടി അവിടെ എത്തിയെന്ന് മാത്രമല്ല, കൃത്യമായി അത് പരിശോധിച്ച് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയതാണ്. ഇവിടെ വിള്ളലെന്നോ ചോർച്ചയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിഭാസത്തെ സംബന്ധിച്ച് പറയാം. പക്ഷേ വിള്ളലുമില്ല, ചോർച്ചയുമില്ല, യാതൊരുവിധ പരാതിയുമില്ല. പിരിച്ച കാശിനെ സംബന്ധിച്ച് ആർക്കും ഒരു പരാതിയും പരിഭവവും ആർക്കുമില്ല. ഇപ്പോൾ ഇൻട്രോയിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഹാഷ്മി എന്തൊക്കെയാണ് പറഞ്ഞത്. ആരുടെയെങ്കിലും ഔദാര്യമാണെന്ന് എപ്പോഴെങ്കിലും ഇടതുപക്ഷമോ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളോ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് ഔദാര്യമാണെന്ന്? ഇത് ഔദാര്യമല്ലെന്ന് മാത്രമല്ല, ഇതവരുടെ അവകാശമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ നോക്കി പറഞ്ഞു, ഈ വീടിൻ്റെ അടിസ്ഥാനം മുതലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി, സാധാരണ എടുക്കുന്നതിനേക്കാൾ 10 അടി ആഴത്തിൽ അടിസ്ഥാനമെടുത്ത് ഇത്തരത്തിലൊരു വീട് അവിടെ പണി ചെയ്യുമ്പോൾ അതിൽ 1-2 വീടുകളിൽ സ്വാഭാവികമായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യുക എന്നുള്ളത് വെറും നിർമ്മാണ കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതിന് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അത് പൂർത്തീകരിച്ചതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും ഈ 5 വർഷ കാലയളവിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും അത് സ്വാഭാവികമായും റിനോവേറ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമം മുഴുവനും ഞങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്ന് തുറന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞു പോയത്. 5 വർഷം കമ്പനിയുടെ ഔദാര്യമല്ലേ? അതിപ്പോൾ വർഗീസ് കണ്ണമ്പള്ളി ഇരിപ്പുണ്ട്. അവർ നിർമ്മിക്കുന്ന വീടിനും ഈ പറയുന്ന 5 വർഷത്തെ ഒരു ഒന്നാമത് ശ്രീകുമാർ, ഈ ഒരു വീടെന്ന് സുരേഷ് കുമാർ, വീടെന്ന് പറയുന്നത് 5 വർഷത്തേക്ക് പോകുന്ന വീടല്ല, ആയുഷ്കാലത്തേക്ക് വെച്ച് കൊടുക്കുന്ന വീടാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് ഉത്തരവാദിത്തമാണ്. അത് മന്ത്രി എടുത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ ഉത്തരവാദിത്തമാണ്. എൻ്റെ ചോദ്യം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ മികച്ച രീതി എന്ന് പറഞ്ഞാൽ 1300 സ്ക്വയർ ഫീറ്റർ മുസ്ലിം ലീഗ് വെച്ച വീടിന് 19 ലക്ഷമാണ് അതിൻ്റെ വില. ഇത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 26 ലക്ഷം ആവുന്നത് എങ്ങനെയാണ്? അത് ദുരന്ത പ്രതിരോധ സംവിധാനം അടക്കം ഹൈ എൻഡ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന വീടാണ്. ആ വീട്ട് മഴയത്ത് ചോർന്നുകൂടാ സുരേഷ് കുമാർ. 1 വീടാണോ 2 വീടാണോ 3 വീടിൻ്റെ കയ്യിലാണ് ഇപ്പൊ കേൾക്കുന്നത്? ഹാഷ്മി, അതിനുള്ള മറുപടി തുടക്കത്തിൽ തന്നെ നൗഫൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് സർക്കാരിനെ പൂർണ്ണമായും വിശ്വാസമാണ്. ഞാൻ ആ വാക്കുകളെ സ്വാഗതം ചെയ്യുകയാണ്. ചില വിമർശനങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ ഈ അവസരത്തിൽ അതൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറയട്ടെ. സർക്കാർ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്ത സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രം നമ്മളിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 170 180 വീടുകൾ പണി ചെയ്യുന്ന സന്ദർഭത്തിൽ 1-2 വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വിമർശിക്കാം, ചൂണ്ടിക്കാണിക്കാം. അതല്ലാതെ ഇതാ കിട്ടിപ്പോയേ എന്ന രൂപത്തിൽ സർക്കാരിനെ ആക്രമിക്കാനുള്ള ഏറ്റവും മികച്ച ഉപാധിയായി നമ്മളിതിനെ തിരഞ്ഞെടുക്കാൻ പാടുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അങ്ങനെയാണോ സർക്കാർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് ഇത്രയും കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പെരുമാറിയത്? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സർക്കാരിനെ സ്ഥാനത്തും അസ്ഥാനത്തും കുറ്റപ്പെടുത്തുക, അതിനെന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അത് പരമാവധി എക്സ്ട്രീം ലെവലിൽ കണ്ടെത്തിയതിന് ശേഷം സർക്കാരിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷെ കുറ്റപ്പെടുത്തിയാലും ഈ കാര്യങ്ങളിൽ നിന്നും 1 ഇഞ്ച് പോലും സർക്കാർ പിന്തിരിയില്ല. ഇവിടെ ഉണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഡിഫക്റ്റ് അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഡിഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് പൂർണ്ണമായും ക്യൂർ ചെയ്യേണ്ടത് കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മേൽനോട്ടം ഇക്കാര്യങ്ങളിൽ ഈ മാറി
സൈബറിന്റെ പേനാവര മാത്രമായിരുന്നു എന്നങ്ങ് പറയുന്നില്ല. നന്ദിയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തന്നെയാണ് ശ്രീ നൗഫൽ കൈപൊക്കി. ഞാൻ നേരത്തെ ഞാൻ തുടക്കത്തിൽ ഔദാര്യമല്ലെന്നും പറഞ്ഞത് ഏതെങ്കിലും ഇടതു നേതാക്കളോടല്ല. ഇടതു നേതാക്കളൊന്നുമല്ല, മനസാക്ഷിയുള്ള വിവരമുള്ള ഒരുത്തിനത് പറയില്ല. പക്ഷേ ചില സൈബർ ഹൂളിഗൻ സംഘമുണ്ട്. ഒരുത്തൻ എഴുതി ഞാൻ വായിക്കാം. അതായത് എന്താണ്, ഒരു പെൻസിൽ വരെ വീട് തകർന്ന രീതിയിൽ വാർത്ത ഉണ്ടാക്കുന്ന ഈ നാട്ടിൽ സർക്കാർ വീട് വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നാളെ ഒരു പൈപ്പ് പൊട്ടിയാൽ എന്താകും അവസ്ഥ? ഒരു പൂച്ചെടി ഉണങ്ങിയാൽ അവിടെ താമസിക്കാൻ പോകുന്ന 400 വീട്ടുകാരും നന്ദിയുള്ളവരാകും എന്നാണ് ചിന്ത. സ്വന്തം വീടിന് കല്ലെറിഞ്ഞ് സ്വന്തം മുടിമുറിച്ച് ഉദാഹരണങ്ങളുള്ള നാടാണ്. സ്വന്തം വീട്ടിൽ കാഷ്ടിച്ച് വെച്ചിട്ട് ഇവനെ പോലുള്ള നാറുകൾ പിണറായിയുടെ തന്തയ്ക്ക് വിളിക്കാൻ മാധ്യമങ്ങളെ വിളിച്ചു വരുന്ന നാര് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അടുത്തത്, എന്തായാലും സർക്കാർ പണിത വീട് ഇവന് ഇഷ്ടമായില്ല, 15 ലക്ഷം രൂപ നൽകി അവനെ ഒഴിവാക്കുക, വീട് ഇഷ്ടമാകുന്ന മറ്റൊരാൾക്ക് ഉടനടി കൈമാറുക, അവൻ സതീഷിന്റെ പുനർജനി ഫ്ലാറ്റിലേക്ക് താമസം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ ഞാൻ എഴുതി വെച്ച് തരാം. ഇവൻ നാളെ സ്വന്തം വീടിന് കാഷ്ടിച്ച് വെച്ചിട്ട് മാപ്രകളെ വിളിക്കും, അല്ലെങ്കിൽ വീട് സ്വന്തം ബോംബ് വെച്ച് പൊട്ടിക്കാനും മടിക്കില്ല. അത്രയ്ക്ക് വിഷമാണ് അവന്റെ മനസ്സിൽ. അവന്റെ അമ്മൂമ്മയുടെ പെൻസിൽ വരാം. ഈ പറയുന്ന സൈബർ ഹൂളിഗൻ സംഘം എഴുതി വെച്ചേക്കുന്ന, ഞാൻ അവരോടാ പറഞ്ഞത്, ഈ പണമെന്ന് പറയുന്നത് ആരുടെ ഔദാര്യ പണമൊന്നും അല്ല, എല്ലാവരും കൊടുത്ത പണമാണ്, അല്ലാതെ ഇവന്റെയൊക്കെ വീട്ടിൽ നിർത്തുന്ന പണമല്ല എന്ന് ഞാൻ അവരോടാ പറഞ്ഞത്. അല്ല അങ്ങോട്ടല്ല കേട്ടോ. സൈബർ സംഘം ഏകപക്ഷീയമല്ല ഹാഷ്മി. സൈബർ സംഘം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല. ഇപ്പോൾ ഇൻട്രോയിൽ പോലും വികാര തള്ളിച്ചലിൽ ഹാഷ്മി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐക്കാരെ ഉദ്ദേശിച്ചാണ്. പക്ഷെ ആ ഡിവൈഎഫ്ഐക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നടത്തി ആക്രി വെറുക്കി അങ്ങനെ സമാഹരിച്ച ഡിവൈഎഫ്ഐക്കാരെയോ ഇടതു നേതാക്കളെയോ വാക്ക് മാത്രമേ താങ്കൾ ഡിവൈഎഫ്ഐ എന്ന വാക്ക് മാത്രമേ താങ്കൾ വികാര തള്ളിച്ചയിൽ പറഞ്ഞു പോകുന്നതാണ്. സുരേഷ് കുമാർ എങ്ങനെ വികാരത്തിൽ ഉണ്ടാവാതിരിക്കും? ഒരു കുടുംബത്തിൽ നിന്ന് 16 പേരെ നഷ്ടപ്പെട്ട ഒരുത്തനെ ഇട്ട് വേട്ടയാടുക. ഒരു കുടുംബത്തിൽ നിന്ന് 16 പേരെ നഷ്ടപ്പെട്ട ഒരുത്തനായിട്ട് സകല മൊത്തം നഷ്ടപ്പെട്ട ഒരുത്തൻ സ്വന്തം വീട്ടിൽ, അത് ആറ്റുനോറ്റ് കാത്തിരുന്ന സ്വന്തം വീട്ടിന്റെ മുകളിൽ വെള്ളം കിരിഞ്ഞിരുന്നത് പുറത്ത് പറഞ്ഞിട്ട് വേട്ടയാടുക എല്ലാവരുടെ. എങ്ങനെ വികാരത്തളിച്ചുണ്ടാവാതിരിക്കും സുരേഷ് കുമാർ? ഇവരൊക്കെ മനുഷ്യത്തോളവനാണോ എഴുതി വെച്ചതൊക്കെ? മന്ത്രിയെ കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മന്ത്രിയെ പറ്റി പറഞ്ഞില്ല. ഇത്രമാത്രം കരുണയോടുകൂടി ഹൃദയസ്പർക്കായി ഈ വിഷയങ്ങളിൽ ഇടപെട്ട മന്ത്രിയെ കുറിച്ച്, ബഹുമാന്യനായ മന്ത്രി കെ രാജനെ കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല, ഞാൻ ക്ലാരിറ്റി വരുത്തിയാണ്. അതായത് ഞാൻ ഏതെങ്കിലും ഇടതു നേതാക്കളെ പറ്റി പറഞ്ഞല്ല, ഇങ്ങനൊക്കെ എഴുതി വെക്കുന്ന മനുഷ്യത്വമില്ലാത്ത, തലച്ചോറില്ലാത്ത, ഹൃദയമില്ലാത്ത വൃത്തികെട്ടന്മാരെ പറ്റി പറഞ്ഞ നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ശരി, നൗഫൽ എന്താണ്? അല്ലല്ല, ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ബഹുമാനപ്പെട്ട റവന്യൂ വേദനയോടുകൂടി കണ്ണീരണിഞ്ഞു നിൽക്കുന്ന മുഴുവൻ പേരെയും ആശ്ലേഷിക്കുന്ന, സ്നേഹത്തോടുകൂടി അല്ലാതെ കണ്ണ് നിറഞ്ഞല്ലാതെ ഒരു വാക്ക് പോലും ഉരിയാടാത്ത ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇതൊന്നും ഏകപക്ഷീയമല്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഏകപക്ഷീയമല്ല. തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ പൂർണ്ണമായും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഏകപക്ഷീയമല്ല. നമുക്കുണ്ടാകുന്ന വികാര തള്ളിച്ചയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മളെ തിരിഞ്ഞു കൊത്താൻ കണക്കാക്കി നിൽക്കുന്നുണ്ട് എന്ന ബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈ പറഞ്ഞ സൈബർ ഹൂളിഗൻ സംഘം വിചാരിക്കുന്നത് അവരുടെയൊക്കെ കുടുംബസ്വത്ത് എടുത്ത് വിറ്റ് എന്തോ ഔദാര്യം കൊടുക്കുന്നു. അങ്ങനൊന്നും അല്ലെന്നേ. അത് താങ്കൾ നന്നായി അറിയാം. താങ്കൾ പറഞ്ഞു ഇത് നാടൊന്നടങ്കം കൊടുത്ത സ്നേഹത്തിന്റെ കരുണയുടെ എന്താണ് ഈ പറയുന്ന കടുത്ത ബോണ്ടിന്റെ സ്പർശമാണ് പണം. ആ പണം ഇവനൊക്കെ ഇങ്ങനെ എഴുതി വെക്കാനുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.